ഹലോ, ഇന്നത്തെ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ പുതിയ ട്രിപ്പിലാണ്. ഒരു പമ്പിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എണ്ണ അടിക്കാൻ വേണ്ടിയാണ്. പുതിയ പമ്പാണ്, ഫുള്ള് കാലിയ. വണ്ടിക്കാരൊക്കെ ഇങ്ങനെ കാത്തിക്കാണ് ഇവിടെ. രാവിലെ തന്നെ നാസ്താക്കളൊക്കെ കഴിഞ്ഞു. നല്ലൊരു യമനി ഫുഡൊന്ന് കഴിച്ചു. ലഹ്സ, ഇന്നത്തെ നാസ്ത ലഹ്സയാണ്. ലഹ്സ മുമ്പിൽ കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ല. ഡീസൽ അടിച്ചാൻ പോയതാ. ഡീസല് സിമ്മ് വർക്ക് ചെയ്യണില്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി നമുക്ക് വേറൊരു പമ്പ് കൂടി പോയി നോക്കണം. അടുത്തൊരു പമ്പിൽ പോയി നോക്കി ഡീസലൊക്കെ അടിച്ചിട്ട് ഇറങ്ങണം. വണ്ടിക്കാരൊക്കെ അർജന്റിൻ്റെ ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അടുത്ത ഡീസലൊക്കെ അടിച്ചിട്ട് കാണാം. നമ്മൾ പമ്പിൽ എണ്ണ അടിച്ചാൻ വേണ്ടി നിർത്തിയതാണ് അവിടെ. അജരീസിൻ്റെ വേറൊരു പമ്പിൽ വന്നിട്ട്. ആദ്യത്തെ പമ്പിൽ നമുക്ക് കണക്ഷൻ ഇല്ലായിരുന്നു. ജീസാനിക്ക് പോണ ഹൈവേ റോഡാണ്. നല്ല വിശാലമായ പാർക്കിങ് എല്ലാം ഉണ്ട്. ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. വണ്ടി പാർക്ക് ചെയ്താണ് കടന്നുറങ്ങാനും. അപ്പോൾ നമുക്ക് പോവാം. ഡീസലടിയൊക്കെ കഴിഞ്ഞ് നമുക്ക് വണ്ടി എടുത്ത് അങ്ങനെ ഇറങ്ങാൻ. നമുക്ക് വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ടങ്ങനെ പോവാം. അപ്പം ഇനി നമുക്ക് ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡിലോട്ടോ. ഹൈവേ റോഡ് അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. നമുക്കിവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ ഒരു മലയാളി ഹോട്ടലൊക്കെ ഉണ്ട്. ഇവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വിടാം. സൈഡാക്കിടാം. നമ്മളിവിടെ കൊടുന്ന് നിർത്തി. ഒരു മലയാളി ഹോട്ടലുണ്ട്. അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ വിടാം.
ഇപ്പം നമ്മൾ അവിടുന്ന് ചോറൊക്കെ തിന്ന് ഇറങ്ങിട്ടോ, ഫുഡൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങി. ഇവിടെ നല്ല കാട് പിടിച്ച് കിടക്കുന്നുണ്ട് രണ്ട് സൈഡിലും. പുല്ലിൻ്റെ ചന്തയാണ് തോന്നുന്നുണ്ട് അവിടെ. അവിടെ ടെൻ്റൊക്കെ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ വന്ന മുതലിഫ് പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. ഒരുപാട് കടകളും പമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോട്ടലും. സിഗ്നലിലെത്തി. സിഗ്നൽ കഴിഞ്ഞ് അടുത്ത സിഗ്നലിൽ നമുക്ക് തിരിഞ്ഞു പോകാം. നമുക്ക് ഇടത്തോട്ട് പോകണം. നമ്മളടുത്തേക്ക് ഇരിഞ്ഞാണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മിക്കുവ റോഡ് കേട്ടോ. മുതല്ലിഫിന്ന് മിക്കുവ അൽബാഹ റോഡാണത്. ഇത് പുല്ലാണ്. നമ്മളെ നാട്ടിൽ വൈക്കോല കൊണ്ടുവരുന്ന മാതിരി പുല്ലും വണ്ടിയാണ്. എല്ലാ സ്ഥലത്തെയും മാതിരിയല്ല കേട്ടോ. ഒരുപാട് മരുഭൂമികൾ മാത്രമൊന്നുമല്ല. മരുഭൂമികളുടെ ഉള്ളിൽ കൂടെ ഒക്കെ നിറയെ വീടുണ്ട്. നമ്മളെ നാട്ടിലൊക്കെ അതിന് ഒരുപാട് വീടുകളുള്ള സ്ഥലങ്ങൾ. ഉള്ളൊക്കെ റോഡ് സൈഡിലൊക്കെ ഇഷ്ടം പോലെ വീടുകളുണ്ട്. രണ്ട് സൈഡിലും ഇഷ്ടം പോലെ വീടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് മലകൾ തുടങ്ങാം കേട്ടോ. കംപ്ലീറ്റ് മലകൾ. ഇവിടെ നല്ലൊരു അടിപൊളി ഹോട്ടലുണ്ടല്ലോ, കാണുന്നുണ്ടോ അറിയില്ല. നല്ല മലകൾ തുടങ്ങാണ്. അതിൻ്റെ അടിയിൽ ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. സൈഡിലൊക്കെ മലകളും കുന്നും മലകളും തുടങ്ങാണിഞ്ഞ് ഇവിടുന്ന്. അതിൻ്റെ അടിയിൽ കൂടെ നല്ല അടിയിൽ നല്ല പച്ചപ്പുണ്ട്. ഇതൊരു അരുവി ഒലിച്ചു പോകണ്ടതിനുള്ള കൂടെ ചെറിയൊരു പച്ചപ്പൊക്കെ ഉണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പിന്നെ മല തുടങ്ങണം. എല്ലായിടത്തും മലകളാട്ടോ. ഫുള്ള് ചുറ്റുഭാഗം മലകളായി. രണ്ട് സൈഡും മലകളാണ്. അടിപൊളി മലകൾ. മലകളുടെ അടിയിൽ കൂടെ ഫുള്ള് പച്ചപ്പുണ്ട് കേട്ടോ. താഴ്വാരത്ത് ഫുള്ള് പച്ചപ്പാണ്. ഒരു തോട് ഒലിച്ചു പോകണ്ടായില്ല, പക്ഷെ ഒരു തോടയിൽ ഇങ്ങനെ പോകുന്നുണ്ട്. വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ പറ്റിയാണ്. ചില സ്ഥലത്തൊക്കെ ഇവിടെ കുറച്ച് വെള്ളമുണ്ട്.
കുറച്ച് പച്ചപ്പുണ്ട്. ഉൾഗ്രാമ കാഴ്ചകളായിട്ട് ഇങ്ങനെ പോകണം. മലകളാണ്, നല്ല ഉയരത്തിലുള്ള മലകൾ. രണ്ട് സൈഡും മലകളായി. പാറക്കൂട്ടങ്ങളുണ്ട്, മണലും ഉണ്ട്, എല്ലാം ഉണ്ട്, മിക്സാണ്. ആ കാണുന്ന മലയുടെ കൂടെ ഇങ്ങനെ പോകണം. പച്ചപ്പുണ്ട് കേട്ടോ അവിടെയൊക്കെ. നല്ല അടിപൊളി മലകളുണ്ട്. അത് കൃഷി ഉണ്ടല്ലോ, ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടാക്കി വെച്ചു. മലകളാണ് കുട്ടികളെ, മലകൾ. അടിയിലൊക്കെ ഒരുപാട് കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയോ കൃഷികളോട് ഒരുപാടുണ്ട്. കൃഷി ഉണ്ടാക്കുന്ന സ്ഥലമാണ്. മലകളും കൃഷികളൊക്കെ ഒരുമിച്ചാണ് അവിടെ. ഒരു പടുകൂറ്റം പാറയാണ് കിടക്കുന്നത്. ഒരു പാറന്റെ കഷ്ണാണ് കാണുന്നുണ്ടാവും വിചാരിക്കണം. ഏറ്റവും ബാക്കിൽ എത്ര അതിൻ്റെ ഒക്കെ ഹൈറ്റ് അറിയാം. ഭയങ്കരമായിട്ടുള്ള ഒരു പാറയാണത്. ഒരു പാറ അത് കാണണം അവിടെ. കർമൂസ കൃഷി. ഓ മാഷാ അല്ലാഹ്. വാഴ കൃഷി ഇതിൻ്റെ ഉള്ളിൽ. വാഴ കൃഷി, കർമൂസ, മാംഗോ. എന്താണ് മാംഗോ മരം. ഫുള്ള് കൃഷികളാട്ടോ അവിടെ. ഇവിടെ ഒരുപാട് കൃഷി. കർമൂസൻ്റെ വാഴ. മരങ്ങളുണ്ടല്ലോ. മൂച്ചിയുടെ മരങ്ങൾ.
കരിങ്കല്ലിൻ്റെ ഒരു പാറൻ്റെ ഒരു എന്താ പേരൊക്കെ പറയാം, കരിങ്കല്ലിൻ്റെ ഒരു മല തന്നെ ഉണ്ടാവും, പെരുമല. ആ മലൻ്റെ അടിയിൽ കൂടെ ഒരു അരുവി പോകുന്നുണ്ട്, അതിൽ വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. ആ തോട്ടിൽ വെള്ളമുണ്ട്. അടിപൊളി പാറ. അങ്ങനെയുണ്ട് കരിങ്കല്ലിൻ്റെ മല. വെള്ളം നോക്കുക, അരുവിയിൽ വെള്ളമൊക്കെ ഉണ്ട്. ഇതിൻ്റെ അപ്പുറത്ത് പെരുമല. അങ്ങനെയുണ്ട്. എത്ര അടിയാണ് ഇപ്പോൾ അതിൻ്റെ ഒക്കെ ആയിട്ട്. ഒരു സംഭവമാണ് ആ മലയിൽ. ഫുൾ കരിങ്കല്ല്. കാണണ്ടില്ലേ? എത്ര കുട്ടികൾ അതിൻ്റെ ഒക്കെ ആയിട്ട് കണ്ടാ അറിയില്ല. ഒരുപാടുണ്ട്, അപ്പുറപ്പുറമൊക്കെ ഉണ്ടത്. റോഡ് നേരെ ഇങ്ങനെ പോയാലാണ് ഇനി അൽബഹ ചുരം കയറട്ടോ. നമ്മളങ്ങോട്ട് പോവില്ല, നമ്മളവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് കണ്ടില്ല മല. ഇപ്പുറത്ത് നല്ല പച്ചപ്പും. അങ്ങനെ നമ്മൾ കുന്നുമലൊക്കെ താണ്ടിക്കാണ് നമ്മളിപ്പോൾ ചെറിയൊരു ടൗണൊക്കെ ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കണം. ടൗണിൻ്റെ പേര് മിക്കുവ നാടാണ്. ഇതിൻ്റെ ഇടയിൽ കൂടെ ആണ്, മലൻ്റെ ഇടയിൽ കൂടെ കുറേ പച്ചപ്പുള്ള സ്ഥലമാണ്. ഇവിടെ മരുഭൂമി കുറവാണ്. ഇവിടെ ഫുള്ള് മല, പിന്നെ പച്ചപ്പ് കൃഷി. ഇത് വേറെ ഒരു ഏരിയ, മരുഭൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ്. മുമ്പ് കണ്ട വീഡിയോയിലൊക്കെ മരുഭൂമികളാണെങ്കിൽ ഇപ്പോൾ ഫുള്ള് പച്ചപ്പും അരുവികളും തോടും കുന്നും മലയും. അടിയിലതാ കുറേ ഒട്ടകങ്ങളൊന്നായിട്ട് മേയാൻ മുട്ടണം. അതിൻ്റെ അടിയിൽ ഫുള്ള് ഒട്ടകങ്ങളാണ്. അവർക്ക് ആവശ്യത്തിനുള്ള പുല്ലും ഉണ്ട്, കുടിക്കാനുള്ള വെള്ളമുണ്ട്. നല്ല വൈബ് സ്ഥലങ്ങളാട്ടോ.